പാർട്ടി നമ്മൾ ചോദിക്കുന്നതന്നെ തെറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. UDF വരുമെന്ന് തോന്നുന്നുണ്ടോ? UDF അധികാരത്തിൽ വരും. UDF വരില്ല, LDF വരില്ല, ഒരു കൂട്ടുമന്ത്രിസഭ ഉണ്ടെങ്കിൽ മുൻതൂക്കം രമേശ് ചെന്നിത്തലയ്ക്കാണ്. എല്ലാ പാർട്ടിയിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അല്ല, LDFിലെ പിണറായി അല്ലെങ്കിൽ വേറെ ആരെ ആയിരിക്കും? അത് പറയാൻ കഴിയില്ല, അത് പാർട്ടി തീരുമാനിക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ഇലക്ഷനും സതീശൻ പറഞ്ഞ കാര്യം അതുപോലെ നടന്നില്ലേ? അതിലൊരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് യാതൊരു സാധ്യത ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു പൂർണ്ണ രൂപമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് ജനങ്ങൾ കാണുന്നത് എന്നൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ സാധാരണക്കാരുടെ ഇടയിലോട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മറുപടി എന്തായിരിക്കും എന്ന് കേൾക്കാം. കാരണം ശക്തരായ പോരാളികളാണ് രണ്ടുപേരും. നേതൃസ്ഥാനത്തേക്ക് വരാൻ നിൽക്കുന്നത് രണ്ടുപേരും എന്ത് പറയാനായിട്ട് രണ്ടുപേരെ മാറ്റി നിർത്താൻ പറ്റില്ല. രണ്ടുപേരും കഴിവുള്ള രണ്ട് സഖാക്കന്മാരാണ്. അതായത് നമ്മുടെ VD സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും. രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പക്വതയുടെയൊക്കെ കാര്യത്തിൽ അദ്ദേഹം കുറച്ച് മുന്നിലാണ്. മുൻനിര നമ്മുടെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ പേരാണ് പറയുന്നത്. പക്ഷേ പലരും ഇടയ്ക്കും തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ പറയുന്നുള്ളത് VD സതീശൻ്റെ പേരും പറയുന്നുണ്ട്. പക്ഷേ ആരായിരിക്കും അങ്ങനെ UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമുക്ക് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. കാരണം ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത്. അപ്പോൾ അവർ പറയും എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് കേട്ടു നോക്കാം. നമ്മുടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ളതാണ്. ഭരിക്കുന്ന എല്ലാം ഒരു കൂട്ട് മന്ത്രിസഭയായിരിക്കും. ഒരു ആർക്കും ഭൂരിപക്ഷം കിട്ടുകയാണ് എൻ്റെ അഭിപ്രായം. അല്ല, UDF വരുമെന്ന് പറഞ്ഞിട്ട് UDF വരില്ല, LDF വരില്ല, ഒരു കൂട്ട് മന്ത്രിസഭ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ എന്നാണ് എൻ്റെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഥവാ UDF ആണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വരാൻ ആരായിരിക്കും യോഗ്യൻ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയാണ് വിളിക്കുക. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അദ്ദേഹം? ഞാൻ പാർട്ടിക്കാരനല്ല. അല്ല, അതെ. എന്നാലും നമുക്കൊരു അഭിപ്രായം കാണുമല്ലോ. മറ്റേ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കാര്യങ്ങള് മുൻകൂട്ടി കണ്ട് ഒരു നിഗമനമാണ്. അത്രയേ ഉള്ളൂ. അതന്നെ നമ്മൾ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് അദ്ദേഹത്തിന് കാണണം. അതൊന്നും ഞാൻ പറയില്ല, അങ്ങനെ പറയാനൊക്കില്ല. എൻ്റെ ഇത് ഇത്രയേ പറഞ്ഞുള്ളൂ. ആർക്കും മോശക്കാരനല്ല. എന്നെ അദ്ദേഹം കുറച്ചുകൂടെ സീനിയറാണ്. അതുകൊണ്ട് പറഞ്ഞുള്ളത്. ഓക്കെ, ആരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ളത്? LDF ഉറപ്പാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ മിക്കതും കുഞ്ഞാലിക്കുട്ടീനെ സജസ്റ്റ് ചെയ്യാനാണ് UDFിൻ്റെ തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കും. അല്ല, കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരാൻ കാരണം അവര് അതാണല്ലോ പറഞ്ഞേക്കുന്നത്. എന്താണ് ഞങ്ങളുടെ ആള് വരണം എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് അല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് VD സതീശനാണോ? BJP വരുള്ളൂ. ഉറപ്പാണ്. ഇത് നമ്മുടെ UDFിലുള്ള എല്ലാവർക്കും കഴിവുള്ളവരേ ഉള്ളൂ. ഉണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയും VD സതീശനെയും വെച്ച് നോക്കുമ്പോൾ ആരായിരിക്കും കൂടുതലും? രണ്ടും നല്ല ആളല്ലേ. പറയണോ? പാർട്ടിയുടെ തീരുമാനം. അല്ല, അങ്ങനെയില്ല. നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോൾ പറയുന്നില്ലേ പിണറായി അത് LDFിൽ ഭരിക്കാനായിട്ട് കഴിവുള്ളവർ. ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രവചനങ്ങളെല്ലാം അതുപോലെയാണ് ഭരിക്കുന്നത്. ഇല്ല, എന്നാലും പറയുന്നത് ചിലതൊക്കെ നടക്കാറുണ്ടല്ലോ. നമുക്കൊരു ആശയം കാണൂലേ ആരായിരിക്കും വരാൻ? ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. പാർട്ടിയുടെ തീരുമാനങ്ങൾ മാത്രമാണ് പൊതുജനങ്ങൾക്കുള്ള തീരുമാനങ്ങൾ. അതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ തീരുമാനം എടുക്കുന്നത്. അതും നമുക്ക് എന്നാലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞാലും അത് പാഴ്വാക്കാവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. UDF വരുമെന്ന് തോന്നുന്നുണ്ടോ? UDF അധികാരത്തിൽ വരും, യാതൊരു സംശയവും വേണ്ട. കാരണം ഇപ്പോഴത്തെ ദുർഭരണത്തിനെതിരെയാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. ആരായിരിക്കും ചെന്നിത്തല. എന്തുകൊണ്ടായിട്ടോ അങ്ങനെ പറയാൻ കാരണം? എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അതെ, മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത് വരണമെന്നുള്ളതാണ്. ആര് വരുമെന്നുള്ള പ്രതീക്ഷ ആർക്കറിയാം വരുന്നത്. എന്നാലും എന്തായാലും LDF വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അഥവാ എല്ലാ അഭിപ്രായങ്ങളും തെറ്റിച്ച് UDF ആണ് വരുന്നതെങ്കിൽ അത് സതീശനായിരിക്കാം എന്നാണ് എൻ്റെ. VD സതീശനായിരിക്കാം. അദ്ദേഹത്തിനായിരിക്കുമോ അത് ആ ഒരു പദവി ചേരുന്നത് എന്നുള്ളതാണ്. അതെ, കഴിവ് അത് നടത്തിക്കൊണ്ട് പോകാൻ. അവരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും മുതിർന്ന നേതാക്കൾ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണ് മുൻതൂക്കം രമേശ് ചെന്നിത്തലയ്ക്കാണ്. പിന്നെ VD സതീശൻ ഒരു നല്ല സ്മാർട്ടാണ് ഇപ്പം നിലവിൽ. പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ ഒരു പരമാവധി സീറ്റ് സതീശൻ്റെ കഴിവിലാണ് കിട്ടിയതെന്നാണ് പൊതുവെയുള്ള ജനാഭിപ്രായം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി. UDF ആണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ആരായിരിക്കും? VD സതീശനാണോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ? അത് പറയാൻ പറ്റില്ല.
ആണെന്നുള്ളത്. എന്നാൽ ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും കൂടുതൽ UDF-ന് അധികാരം കിട്ടിയിട്ട് വേണ്ടേ? കിട്ടുമ്പോഴല്ലേ നമുക്ക് LDF കിട്ടുമോ ഇല്ല നമുക്ക് പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചാൽ കിട്ടിയാൽ വർഷക്കാലത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ LDF അല്ലാതെ മറ്റൊരു കക്ഷി കേരളത്തിൽ ഭരിക്കില്ല. ഇതും നമുക്ക് പറയാൻ പറ്റില്ല. ഇതും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ല, കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ ചോദിച്ചത്. സ്ഥാനാർത്ഥിയെ UDF ആണ് തീരുമാനം. അത് ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് നമുക്കും പറയാമല്ലോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയാൻ കഴിയും. ഇല്ല, പിണറായി വിജയനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിണറായി വിജയനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, LDF എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമാണ്. വരും. ആര് മുഖ്യമന്ത്രി ആവുന്ന ഞാൻ പറഞ്ഞില്ല. അല്ല, അദ്ദേഹമാണ് വരാനുള്ളത്, വേറെ ആരും ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ പാർട്ടിയിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അല്ല, LDF-ലെ പിണറായി അല്ലെങ്കിൽ വേറെ ആരെ ആയിരിക്കും? അത് പറയാൻ കഴിയില്ല. അത് പാർട്ടി തീരുമാനിക്കും. ഇതുവരെയും പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പിണറായിയുടെ മുഖ്യത്തിലായിരിക്കും അടുത്ത മൂന്നാം തുടർ ഭരണവും വരിക എന്നുള്ളതാണ്. പാർട്ടി പറഞ്ഞിട്ടില്ല. പിണറായി നേതൃത്വം കൊടുക്കും ഈ തെരഞ്ഞെടുപ്പിനെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞിട്ടില്ല. ഉറപ്പാണ്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ല. മുഖ്യമന്ത്രി ആരാവണം പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമതും നമ്മുടെ പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഉറപ്പാണ്. അപ്പൊ വേറെ ആരെങ്കിലും വരുമെന്നുള്ളതാണ്. ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. LDF വരുമെന്ന് പറയാൻ പറ്റും. കേരളത്തിലെ വൻ ഭൂരിപക്ഷത്തോടു കൂടി 99 സീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും ഒരു 70-75 സീറ്റിന്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി CPM തീരുമാനിക്കുന്ന ഒരാൾ വരുമെന്നുള്ളതാണ്. എന്തായാലും ഇടതുപക്ഷം വരുമെന്നാണ് പറയുന്നത്. ഉറപ്പാണ് വരും. പിന്നെ നമ്മൾ വേറെ പാർട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. കേരളത്തിൽ ഈ ഒരു പാർട്ടിയേ ഉള്ളൂ എന്നുള്ളത്. ഇടതുപക്ഷം വരും. നമുക്ക് കാണാം, നോക്കാം ആരായിരിക്കും എന്നുള്ളത്. അതെ, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് സാധ്യത? എന്നാലും UDF വരുവാണെങ്കിൽ അതിപ്പോ 2-3 ആളുണ്ടല്ലോ, ഒരാൾ മാത്രമല്ല. ഇല്ല, എന്നാലും ആരായിരിക്കും കുറച്ചും കൂടെ? അദ്ദേഹം പിന്മാറി. ഇപ്പോൾ ഉള്ളത് നമ്മുടെ രമേശും VD സതീശനുമാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു പാർട്ടിനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അതിൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുള്ള, അതുകൊണ്ട് യാതൊരു സാധ്യത ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാൽ ആരായിരിക്കും നമുക്കൊരു അതിനെപ്പറ്റി ഊഹമില്ല. അവരതായതുകൊണ്ട് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റില്ല. നമുക്കായിട്ടൊരു അഭിപ്രായവും ഇല്ല. അഭിപ്രായമല്ല അതിനെപ്പറ്റി. ആര് വേണേലും വന്നോട്ടെ എന്നുള്ളതാണ്. അഭിപ്രായമല്ല. ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അവരാരാണ് വരാന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് തോന്നുന്ന കഴിവുള്ളത് ആ സമയത്ത് ശക്തി കൂടുതലുള്ള ആരാണ്? നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നവരെല്ലാം പറയുന്നത് നമ്മുടെ രമേശ് ജിയുടെ പേരാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ പിന്നെ സതീശൻ അതിന് വേണ്ടി കുപ്പായം മാറ്റി നടക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അത് സത്യമാണ്. അത് സത്യമാണ്. അപ്പോൾ അതിൽ പിന്നെ രമേശൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ഗ്രൂപ്പ് തീരുമാനിക്കും. ഇനി അവസാനം സതീശൻ തച്ച ഉടുപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് അത് കൊടുക്കാനാണ് വേണ്ടത്. ഇന്നുള്ളതിൽ കഴിവും പ്രാഗൽഭ്യമുള്ള ഒരാൾ VD സതീശനാണ്. VD സതീശനാണ്. ഇല്ലാത്തതിനൊന്നും പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യവും പഠിച്ച് പറയും. ആവശ്യമില്ലാതെ വായിത്തോന്നെ വിളിച്ചു പറയില്ല. അതാണ് സതീശനുള്ളൊരു ഗുണം. ഇത് നമ്മുടെ രമേശ് ജിക്ക് ഇല്ലെന്നാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ അല്ല, സതീശനെ പോലെയുള്ള അത്രയും മോശമെന്ന് ഞാൻ പറയണില്ല, അത്രയും സ്റ്റേണായ കാര്യങ്ങൾ പറയാനും തീരുമാനം എടുക്കാനും അത് അവതരിപ്പിക്കാനും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ഇലക്ഷനും സതീശൻ പറഞ്ഞ കാര്യം അതുപോലെ നടന്നില്ലേ? അത്രയേ ഉള്ളൂ. രമേശ് ചെന്നിത്തല മോശമാണെന്നൊന്നും ഞാൻ പറയണില്ല. കുറച്ചും കൂടെ യോഗ്യൻ, കഴിവും പ്രാഗൽഭ്യവും ധൈര്യവും ധീരതയും ചെറുപ്പവും എല്ലാം ഉള്ളതിന് ഇന്ന് സതീശനാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്തായാലും അദ്ദേഹം തെച്ച മുഖ്യമന്ത്രി കുപ്പായം വെറുതെ പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവർ പറയും പോലെ അല്ല, അവർക്ക് കേന്ദ്രത്തിൽ തീരുമാനം എടുക്കണം. അപ്പം തീരുമാനം എടുത്താലേ ഒരു ഇതായിട്ട് വരൂ. ഇവിടെ ആളുകൾ കിടന്ന് അത് ഇത് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയും പോലെ അല്ല. അല്ല, ഉള്ളതിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു തീരുമാനം വരുമ്പോഴും VD സതീശൻ്റെ കേസാണ് വരാൻ സാധ്യത. നമുക്ക് നോക്കാം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് കാത്തിരുന്ന് കാണാം. VD സതീശൻ അതായിരിക്കും യോഗ്യൻ എന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പുള്ളിയുടെ പ്രവർത്തനമൊക്കെ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം വരുന്നതായിരിക്കും കുറച്ചും കൂടെ.